Hi, hello. I'm Anusmita Praveen. ഞാൻ MSc Clinical Psychology പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് ഫ്രം കസ്തൂർബ മെഡിക്കൽ കോളേജ് മണിപ്പാൽ യൂണിവേഴ്സിറ്റി ആൻഡ് സൈക്കോളജിയിൽ UGC നെറ്റ് ആൻഡ് ഗേറ്റ് ക്വാളിഫൈഡ് ആണ്. ലെറ്റ് മീ ടെൽ യു ഹൗ മലയാളീസ് ഫീൽ അബൌട്ട് ബിഹേവിയറൽ ഹെൽത്ത്. പലപ്പോഴും നമ്മൾ മെൻ്റൽ ഹെൽത്തിനെ പറ്റി ഒരുപാട് കേൾക്കാറുണ്ട്, ചർച്ചകൾ ചെയ്യാറുണ്ട്. എന്നാൽ അതിനേക്കാളൊക്കെ കുറച്ചുകൂടി വൈഡായിട്ടുള്ള ബ്രോഡായിട്ടുള്ള ഒരു ഏരിയയാണ് ബിഹേവിയറൽ ഹെൽത്ത്. സിമ്പിളായിട്ട് പറയാൻ ശ്രമിച്ചാൽ നമ്മുടെയൊക്കെ ചിന്തകൾ, വികാരങ്ങൾ, അതുപോലെ നമ്മുടെ പെരുമാറ്റമൊക്കെ എങ്ങനെയാണ് നമ്മുടെ ഡെയിലി ലൈഫിനെ ബാധിക്കുന്നത് എന്നൊക്കെയാണ് ബിഹേവിയറൽ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതൊരു മാനസികാരോഗ്യ പ്രശ്നമായിട്ടൊന്നും കാണേണ്ട കാര്യമല്ല, മറിച്ച് നമ്മൾ എങ്ങനെ സ്ട്രെസ്സിനെ കൈകാര്യം ചെയ്യുന്നു, എങ്ങനെ പുതിയ ശീലങ്ങൾ ഉണ്ടാക്കുന്നു, നമ്മുടെ റിലേഷൻഷിപ്പുകൾ എങ്ങനെ കൊണ്ടുപോകുന്നു എന്നതിലൊക്കെ ബിഹേവിയറൽ ഹെൽത്തിന് വലിയ പങ്കുണ്ട്. സോ ബിഹേവിയറൽ ഹെൽത്ത് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനെ പറ്റി പഠിക്കുന്നത് കേവലം മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിനെ മാത്രം അഡ്രസ്സ് ചെയ്യാന്നുള്ളതല്ല, നമ്മുടെ ഡെയിലി ലൈഫിനെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ക്വാളിറ്റി ഓഫ് ലൈഫിനെ എൻഹാൻസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമായിരിക്കും. സോ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഓവർ തിങ്കിങ്, പലപ്പോഴും എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് സമാധാനമില്ലാത്ത അവസ്ഥ, അതുപോലെ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഉണ്ടാകുന്ന ഒരു തരത്തിലുള്ള മൂഡ് സ്വിങ്സ്, മൂഡ് ചേഞ്ചസ്, ജോലികളിലും പഠനത്തിലും ഒക്കെ ഒട്ടും ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥ, അതായത് ഡിഫിക്കൽട്ടി ഇൻ കോൺസെൻട്രേറ്റിംഗ് ആൻഡ് ആവശ്യത്തിന് ഉറക്കം കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് ഉൾവലിഞ്ഞ് ഒറ്റയ്ക്കിരിക്കാനൊക്കെ ഒരു തോന്നലുണ്ടാവുക, സോഷ്യൽ വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടാവുക, ഇതൊക്കെയാണ് ബിഹേവിയറൽ ഹെൽത്തിൽ ഇഷ്യൂസ് ഉണ്ടാവുന്നതിൻ്റെ ലക്ഷണങ്ങൾ. ഇതുകൂടാതെ പെട്ടെന്നുണ്ടാവുന്ന ദേഷ്യം, അഡിക്ഷൻസ്, അല്ലെങ്കിൽ ഒന്നിനും ഒരു താല്പര്യം തോന്നാത്ത, മടുപ്പ് തോന്നുന്ന, ലോ മോട്ടിവേഷൻ ഫീൽ ചെയ്യുന്ന അവസ്ഥകൾ, ഇതൊക്കെയും നമ്മൾ ഗൗരവമായിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇത്തരം ഇഷ്യൂസ് നമ്മുടെ മനസ്സിനെ മാത്രമല്ല ബാധിക്കുന്നത്, ഇത് നമ്മുടെ എനർജി ലെവൽ കുറയ്ക്കും, നമ്മുടെ റിലേഷൻഷിപ്പുകളെയും പ്രൊഫഷണൽ ലൈഫിനെയും ഒക്കെ മോശമായി ബാധിച്ചേക്കാം. ചുരുക്കത്തിൽ ജീവിതത്തിൻ്റെ ബാലൻസ് തന്നെ നഷ്ടപ്പെടുന്ന പോലെ തോന്നിയേക്കാവുന്ന ഒരവസ്ഥ. എന്നാൽ ഇത് വെറുമൊരു പേഴ്സണൽ വീക്ക്നെസ് അല്ല, മറിച്ച് ശരിയായ സപ്പോർട്ടും തെറാപ്പിയും വഴി നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ബിഹേവിയറൽ ഹെൽത്ത് ഇഷ്യൂസിനെ കൃത്യമായ തെറാപ്പിയിലൂടെയും കൗൺസിലിങ്ങിലൂടെയും നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും, ബ്യൂട്ടിഫുള്ളി മാനേജ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ചിന്താരീതികൾ മാറ്റാനും ആരോഗ്യകരമായ പുതിയ ശീലങ്ങൾ വളർത്താനും ഒരു പ്രൊഫഷണലിന് നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞേക്കും. ഇതിന് കൃത്യമായ കൗൺസിലിംഗ് ആവശ്യമാണ്. അതിനായിട്ട് മലയാളികൾക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്ന കൗൺസിലിംഗ് പ്ലാറ്റ്ഫോമാണ് കൂട്ട്. സേഫായ, ജഡ്ജ്മെൻ്റ് ഇല്ലാത്ത ഒരിടത്തിൽ ഹെൽപ്പ് തേടുന്നത് ഒരു പോസിറ്റീവ് സ്റ്റെപ്പ് തന്നെയാണ്. നിങ്ങളുടെ ഇമോഷൻസിനെ മനസ്സിലാക്കുന്ന മലയാളി തെറാപ്പിസ്റ്റുകളാണ് കൂട്ടിലുള്ളത്. 749 rupees മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന പാക്കേജ് വഴി നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ടുള്ള സമയം തിരഞ്ഞെടുക്കാം. ഇതിനായി ഞങ്ങളുടെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റിനെ തിരഞ്ഞെടുക്കുക. ആദ്യ സെക്ഷൻ ബുക്ക് ചെയ്യാൻ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ തന്നെ പോയിട്ട് സൈക്കോളജിസ്റ്റിനെ സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നീട് ഓൺലൈൻ കൺസൾട്ടൻസിയിലൂടെ തെറാപ്പിസ്റ്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു. നിങ്ങളുടെ ഇംപ്രൂവ്മെൻറ്റ്സ് ഞങ്ങൾ ട്രാക്ക് ചെയ്യുകയും ആവശ്യമായ സപ്പോർട്ട് തുടർച്ചയായി നൽകുകയും ചെയ്യും. കൂട്ട്, നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരാൾ എപ്പോഴും അടുത്തുണ്ട്. കൂട്ടിനുണ്ട് കൂട്ട്.